ഹായ് ഡിയേഴ്സ്, കീമിൽ നിന്നും വന്നൊരു PYQ ആണ്. ട്രിഗ്നോമെട്രിയും അതുപോലെ സീരീസും കൂടെ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ r = 1 to 4 cos rxന്റെ വാല്യൂ 4 ആണ് ഇൻ 0 to 2π എങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഈ ഇക്വേഷന്, ഈ സീരീസ് ഇക്വേഷന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിതിനെ r = 1 to 4 എന്നാണ്. സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ടേമിന് ബിറ്റ്വീൻ എന്താണ്, പ്ലസ് 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 സൈൻ വരും അല്ലെ. അപ്പൊ r = 1 to 4 ആണ്. അപ്പൊ r ഞാൻ 1 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും, കോസ് എക്സ് എന്ന് വരും. കോസ് r 1 കൊടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് വരും. ഫസ്റ്റ് ടേം നമുക്ക് കോസ് എക്സ് വരും. രണ്ടാമത്തെ സിഗ്മ ഉള്ളതുകൊണ്ട് പ്ലസ് ആയി. രണ്ടാമത്തെ ടേം r 2 കൊടുക്കുമ്പോൾ അത് കോസ് 2x ആയി. മൂന്നാമത്തെ ടേം r 3 കൊടുക്കുമ്പോൾ കോസ് 3x ആയി. നാലാമത്തെ ടേം r 4 കൊടുക്കുമ്പോൾ കോസ് 4x ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് വന്നു. നമുക്കറിയാം ഇതും ഈ 4 കോസിന്റെ വാല്യൂസും കൂട്ടുമ്പോൾ 4 കിട്ടണം. കോസിന് നമുക്ക് മാക്സിമം കിട്ടാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന് പുറത്തേക്ക് ഒരു വാല്യൂ പോകില്ല. അപ്പൊ ഈ 4 എണ്ണം കൂട്ടുമ്പോൾ 4 കിട്ടണം എന്നുണ്ടെങ്കിൽ കോസ് എക്സും 1 ആയിരിക്കണം, കോസ് 2x 1 ആയിരിക്കണം, കോസ് 3x 1 ആയിരിക്കണം, കോസ് 4x 1 ആയിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, കോസ് എക്സും 1, കോസ് എക്സും 1, അതുപോലെ കോസ് 2x 1, കോസ് 3x 1, കോസ് 4x 1, ഇവരൊക്കെ 1 ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഈ ഇന്റർവെൽ എന്ന് പറയുന്നത് എക്സ് ലൈ ചെയ്യുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് എവിടെയാണ്, 0 to 2π ആണ്. അപ്പൊ 0 to 2πന്റെ ഉള്ളില് അതായത് കോസ് എക്സും 1 ആവണം, കോസ് 2x 1 ആവണം. അപ്പൊ എക്സിന് എന്ത് കൊടുത്താലാണ് 1 വരിക, ഇവിടെ കോസ് 0 1 കൊടുക്കാം അല്ലെ. ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 0 ഇതും കോസ് 0 ആവും. ഇതും എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവും. ഇത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0. അപ്പൊ 0 എന്ന് പറയുന്ന എക്സിന് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഈ 4 എണ്ണം 1 ആകും. അപ്പോൾ നമുക്ക് ഈ 4 എണ്ണം കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, 4 കിട്ടുകയും ചെയ്യും അല്ലെ. വേറെ എക്സിന് നമുക്ക് ഏതെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എക്സിന് 2π എന്ന് കൊടുത്താൽ കോസ് 2πന്റെ വാല്യൂ 1 ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ 2π എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി പോകും, 2 × 2π അത് 4π, അത് നമ്മുടെ ഇന്റർവെല് മാറിപ്പോകും, ഔട്ട് സൈഡിലേക്ക് പോകും. നമ്മുടെ ഇന്റർവെൽ എവിടെ നിൽക്കണം, 0 to 2πന്റെ ഉള്ളിലുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. അപ്പോൾ നമുക്ക് എക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എക്സിന് എന്ത് മാത്രമാണ്, 0 എന്ന് പറയുന്ന ഒരൊറ്റ വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് എത്ര സൊല്യൂഷൻ ഉണ്ട്, ഓൺലി 1 സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. താങ്ക് യു.